സുഹൃത്തുക്കളെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കുർബാന തർക്കം വീണ്ടും മുറുകുകയാണ്. വിശുദ്ധ ദിവസങ്ങൾ അടുക്കുമ്പോൾ ഇത് സാധാരണയായിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുർബാന അർപ്പണം നടക്കുന്ന ആൾത്താര വീണ്ടും സംഘർഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വേദികളാവുകയാണ്. നിക്ഷിപ്ത താൽപ്പര്യക്കാരായ ചില പുരോഹിതരും വ്യക്തികളും അവരെ പിന്തുണയ്ക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ചിന്താശക്തിയില്ലാത്ത ചില സഭാവിശ്വാസികളും ചേർന്ന് പള്ളികളെ സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്. ഇവർ രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. ശരിക്കും ഇവർ കർത്താവിനെതിരെ യുദ്ധം ചെയ്യുവാൻ പരസ്പരം മത്സരിക്കുകയാണ്. ഇവർക്ക് കർത്താവിലേക്ക് വഴിയൊരുക്കുന്ന വികാരങ്ങളായ ക്ഷമ, വിവേകം, സ്നേഹം, സൗഹാർദ്ദം ഒന്നും പ്രശ്നമല്ല. ഇവരിൽ നിലനിൽക്കുന്നത് ലൂസിഫറിലേക്കുള്ള വഴിയായ വെറുപ്പ്, വിദ്വേഷം, അവിവേകം, പ്രതികാര ചിന്ത എന്നിവയാണ്. ഇത്തരം പുരോഹിതർക്ക് തിരുവോസ്തിയിലുള്ള ക്രിസ്തു ചൈതന്യമൊന്നും പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് കുർബാന അർപ്പണമെന്നത് ഒരു നാടകമാണ്. അവർ കുർബാന അർപ്പിക്കുകയല്ല, അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശ്വാസികൾ അതീവ ഭക്തിയോടും സ്നേഹത്തോടും വീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ തിരുവോസ്തി ഇവർക്ക് ഒരു നുള്ളു ഗോതമ്പ് മാത്രമാണ്. ഇവരെ 12 കൊല്ലം സെമിനാരിയിൽ എന്താണാവോ പഠിപ്പിച്ചിരുന്നത്. പഠിപ്പിച്ചവരുടെ കുഴപ്പമാണെങ്കിൽ സെമിനാരികൾ അടച്ചു പൂട്ടുകയാണ് നല്ലത്. പുതുതലമുറ വൈദികർക്കാണ് കൂടുതൽ വീര്യമെന്ന് തോന്നുന്നു. സെമിനാരിയിൽ സമരവും പിക്കറ്റിങ്ങും ഉപരോധവും ഒന്നും അനുവദിക്കുകയില്ലല്ലോ. ആ ഒരു കുറവ് പുരോഹിതനായ ശേഷം തീർക്കുകയായിരിക്കും ഇവർ ചെയ്യുന്നത്. സാധാരണ വിശ്വാസികൾ ഇവരെ ഒക്കെയല്ലേ പള്ളികളിൽ ശ്രവിക്കേണ്ടത്? ഇവരിലൊക്കെ എന്ത് ആത്മീയതയാണുള്ളത്? ഇവരാണ് ശരിക്കും വെള്ള പുതച്ച കുഴിമാടങ്ങൾ. ഞങ്ങൾ വിവരവും വിവേകവുമുള്ള വിശ്വാസികൾ ഇവരെ എങ്ങനെ സ്വീകരിക്കും? ഞങ്ങൾക്കിവരെ തെരുവിൽ കിടന്ന് തല്ലുകൂടുന്ന മൂന്നാംകിട ഗുണ്ടകളായേ കാണുവാൻ കഴിയുകയുള്ളൂ. തർക്കം മൂലം അടച്ചിട്ടിരുന്ന ഒരു പള്ളിയിൽ തമ്പടിച്ചിരുന്ന പുരോഹിതരെ പോലീസ് നീക്കം ചെയ്യുമ്പോൾ നിലത്ത് വീണ ഒരു പുരോഹിതൻ തൻ്റെ കീറിയ ലോഹയും ശരീരത്തിലെ മുറിപ്പാടുകളും മൂന്നാംകിട രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി. ഇതുപോലെ സഭാംഗങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ സിംഹാസനം നിയമിച്ച ബിഷപ്പുമാരെ പുലഭ്യം പറയുക, അവരുടെ ചിത്രങ്ങളിൽ ചെരിപ്പ് കൊണ്ടടിക്കുക, ഇത്തരം മൂളകളായ പുരോഹിതരെ ചുമക്കേണ്ട ഗതികേട് വിശ്വാസികൾക്ക് വന്നല്ലോ എന്നോർത്ത് ദുഃഖം തോന്നുന്നു. നമുക്ക് വേണ്ടത് നമ്മളാൽ ബഹുമാനിക്കപ്പെടുവാൻ തക്ക യോഗ്യതയുള്ള പുരോഹിതരെയാണ്. ലോഹയിട്ടാൽ പുരോഹിതനാവുകയില്ല. 12 കൊല്ലം സെമിനാരിയിൽ പഠിച്ചാൽ മാത്രം പോരാ, തലയ്ക്ക് വെളിയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. ഭാവിയിൽ ഇവരിൽ നിന്നാണല്ലോ മെത്രാന്മാർ ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ ചില മെത്രാന്മാർ ആത്മീയതയില്ലാത്തവരാണ്. വേഷത്തിൽ മാത്രമാണ് അവർ മെത്രാന്മാരാവുന്നത്. യോഗ്യതയില്ലാത്തവരെ സഭയിൽ നിന്നും പുറത്താക്കുക. സദ്ഗുണസമ്പന്നരെ മാത്രം നിലനിർത്തുക. അവർക്ക് മാത്രമേ ആത്മായർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സഭ ജീർണിച്ച് നശിക്കും. സുറിയാനി കത്തോലിക്കർ എന്തോ വലിയ സംഭവമാണെന്നാണ് ഇത്രയും നാളും പറഞ്ഞു നടന്നിരുന്നത്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞ് അപമാനിച്ചവരാണ് ചില വൈദികരുടെ നേതൃത്വത്തിലുള്ളവർ. അങ്ങനെ അവർ മാർപ്പാപ്പായെ അപമാനിച്ചു. നമ്മൾ നമ്മളുടെ പുരോഹിതന്മാരെ പറ്റിയും മെത്രാന്മാരെ പറ്റിയും മറ്റുള്ളവരുടെ മുൻപിൽ പുകഴ്ത്തി അഭിമാനത്തോടെ പറയാറുണ്ട്. ഇനി അതിൻ്റെ ആവശ്യം വരികയില്ല. ഇവരിൽ നല്ലൊരു ഭാഗം സംസ്കാരശൂന്യരാണെന്ന് നാട്ടുകാർക്കാകെ ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ഈ പുരോഹിതർ എന്താണ് ചെയ്യുന്നത്? പരസ്പരം മത്സരിച്ച് കുർബാന നടത്തുന്നു. ബലിപീഠം മറിച്ചിടുന്നു. കാസയും പീലാസയും ആയുധങ്ങളാക്കി പരസ്പരം ഏറ്റുമുട്ടുന്നു. ബലിവസ്തുക്കളെ നിലത്തെറിഞ്ഞ് അപമാനിക്കുന്നു.
ഇവരറിയുന്നില്ല പള്ളിക്കകത്ത് കർത്താവില്ല എന്ന്. മറിച്ച് ലൂസിഫറിൻ്റെ സംഘം ആഹ്ലാദ നൃത്തം നടത്തുകയാണ്. സഭയിൽ ആത്മീയത നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ലഭിക്കുന്ന കണക്കറ്റ പണം ഉപയോഗിച്ച് സഭ ഇവിടെ അനവധി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ക്രിസ്തീയതയിലല്ല പലതും പ്രവർത്തിക്കുന്നത്. പലതും കച്ചവട സ്ഥാപനങ്ങളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്തിരിക്കുവാൻ പുരോഹിതർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ്. കോടിക്കണക്കിന് ആസ്തികളുടെ മുകളിൽ ഇരിക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാണ്. കൂടാതെ വലിയ കോർപ്പറേറ്റ് മേധാവികൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അതീവ സുഖങ്ങൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള സൗകര്യമുണ്ട് താനും. ഇവിടെ കുർബാന സംബന്ധിച്ച തർക്കം ഒരു മറ മാത്രമാണ്. ലക്ഷ്യം മറ്റു പലതുമാണ്. ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതിനെ പിന്തുണയ്ക്കുന്ന ചില അൽമായർ മനസ്സിലാക്കുന്നില്ല. സാധാരണ അൽമായരെ സംബന്ധിച്ച് സഭയുടെ കെട്ടുറപ്പാണ് പ്രധാനം. സഭ നല്ല നിലയിൽ നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. സഭയിൽ അച്ചടക്കവും അനുസരണവും പ്രധാനമാണ്. വിഘടനഭാരം ആപൽക്കരമാണ്. സഭയുടെ ചട്ടക്കൂടിൽ നിൽക്കാൻ കഴിവില്ലാത്തവർ പുറത്തു പോകുന്നതാണ് നല്ലത്. കുർബാന സംബന്ധിച്ചുള്ള തർക്കം ഉള്ളി പൊളിക്കും പോലെ മാത്രമേ ഉള്ളൂ. ഒരു വിഭാഗം പറയുന്നത് 15 മിനിറ്റ് നേരം അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്നാൽ ഞങ്ങളുടെ നെഞ്ച് പൊട്ടി ഞങ്ങൾ മരിച്ചു പോകും എന്നാണ്. വിഭാഗീയത പ്രവർത്തനത്തിന് ഒരു ഉപകരണം മാത്രമാണ് കുർബാന പ്രശ്നം. പുരോഹിതർക്കിടയിലുള്ള വെറുപ്പും വിദ്വേഷവും പകയുമാണ് പ്രധാന കാരണം. വിശ്വാസികളെ കൂടെ കൂട്ടുവാൻ വേണ്ടി കുർബാനയെ മുന്നിൽ നിർത്തുന്നുവെന്ന് മാത്രം. വിഘടനവാദികൾ ഇടവകളിലെ പുരോഹിതരെ സ്വാധീനിക്കുന്നു. അവർ വഴി ഇടവക ജനത്തെ സ്വാധീനിക്കുന്നു. പിന്നീട് കുർബാന വിഷയവും തെറ്റായ രീതിയിൽ വക്രീകരിച്ച് അവരിലേക്ക് എത്തിക്കുന്നു. കൂടെ മേമ്പൊടിക്ക് പ്രാദേശികവാദവും. ഈ ആധുനിക കാലത്ത് പ്രാദേശികവാദം യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പോൾ ദേശീയതയും അന്തർദേശീയതയുമാണുള്ളത്. പ്രാദേശികവാദമൊക്കെ പുരാതന കാലത്ത്. പ്രാദേശികവാദം വെച്ച് ഇന്ന് ജീവിക്കുവാൻ പറ്റില്ല. സുറിയാനി കത്തോലിക്ക സഭ ഭാരതത്തിലെന്നല്ല ലോകത്താകെ പടർന്നു കിടക്കുന്ന ഏകശിലാരൂപമുള്ള സഭയാണ്. പ്രാദേശികവാദം ചിലയിടങ്ങളിൽ ചിലവാകാം. നിശ്ചിത താല്പര്യക്കാർ ബുദ്ധിയും ചിന്താശക്തിയും കുറഞ്ഞവരെ തങ്ങൾക്ക് വിധേയരാക്കി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുവാൻ ഉപയോഗിക്കുന്ന ഒരായുധമാണ് പ്രാദേശികവാദം. വിശ്വാസികൾ ജനാഭിമുഖ കുർബാന പങ്കെടുത്ത് ശീലിച്ചവരാണ്. പക്ഷേ സഭയുടെ ഐക്യത്തെ കരുതി അൾത്താരാഭിമുഖവും സ്വീകരിക്കുവാൻ ഭൂരിപക്ഷവും തയ്യാറാണ്. സഭയുടെ കെട്ടുറപ്പിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഇവയാണ്. സഭാധികാരികൾ ഏതെങ്കിലും ഒരു കുർബാന അംഗീകരിച്ച് തരിക. ഏത് അഭിമുഖമാണെങ്കിലും വേണ്ടില്ല. ഇതോടൊപ്പം അച്ചടക്കമില്ലാത്ത സംസ്കാരമില്ലാത്ത പുരോഹിതരെ എന്ന് പറയപ്പെടുന്നവരെ സഭയിൽ നിന്നും മാറ്റി നിർത്തുക. സംസ്കാരമില്ലാത്തവർ രണ്ടു പക്ഷത്തുമുണ്ട്. ഞങ്ങൾ വിശ്വാസികൾക്ക് ആരാധിക്കുവാൻ ഞങ്ങളുടെ പള്ളി തുറന്നു നൽകുക. ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ യേശുനാഥൻ ചാട്ടവാർ ഒരിക്കൽ കൂടി എടുത്തുകൊള്ളും. നന്ദി.